സൗദി ജയിലുള്ള അബ്ദുൾ റഹീമിന്റെ മോചനം വീണ്ടും വൈകും. ഹർജി പരിഗണിക്കുന്നത് കോടതി വീണ്ടും മാറ്റിവെച്ചു. കോടതിയുടെ തീരുമാനം നിരാശാജനകമല്ലെന്നും സാങ്കേതികപരമായ കാര്യങ്ങളാലാണ് കേസ് മാറ്റിവെച്ചതെന്നും അബ്ദുൾ റഹീം നിയമസഹായ സമിതി അംഗങ്ങൾ വ്യക്തമാക്കി. നമുക്കൊരു നിരാശാജനകമായി കാണേണ്ടതില്ല. ഇതിൽ പ്രോസിക്യൂഷനിൽ റഹീമിൻ്റെ വാദം ശരിയാണ് എന്നുള്ളതാണ് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി നമ്മുടെ വക്കീലന്മാർക്ക് ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റഹീമിന് ഗുണകരമായിട്ടാണ് അത് വരിക. പക്ഷേ അല്പം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് അവരുടെ ഇന്നത്തെ ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ വൈകാതെ തന്നെ ഇതുപോലെ ഈ ഒരു കാലതാമസം ഉണ്ടാകാനാണ് സാധ്യത. സാനിയോ മനുവിയുണ്ട് വിശദാംശങ്ങളുമായി. സാനിയോ, കഴിഞ്ഞ തവണയും അപ്രതീക്ഷിതമായി കേസ് മാറ്റിവെച്ചിരുന്നു. പക്ഷേ ഇത്തവണ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ നിയമസഹായ സമിതി അംഗങ്ങളും വ്യക്തമാക്കുന്നത്. ഈ സാങ്കേതിക പ്രശ്നം എന്ന് പറയുമ്പോൾ എന്താണ് അവർ പറയുന്നത്? എന്താണ് അവരുടെ ഒരു നിലപാട്? അതായത് കുടുംബം വലിയ ആശങ്കയിലാണ്. ഇക്കഴിഞ്ഞ നവംബർ 17 മോചനം ഉണ്ടായേക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി കോടതി കേസ് നീട്ടിവെച്ചു. ഇന്നത്തേക്കായിരുന്നു നീട്ടിവെച്ചത്. ഇന്ന് എന്തായാലും മോചന ഉത്തരവ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു കുടുംബവും നിയമസഹായ സമിതിയും. പക്ഷേ ഇന്നും കേസ് നീട്ടിവെക്കുകയാണ് ഉണ്ടായത്. പ്രാഥമികമായി ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ പ്രോസിക്യൂട്ടർ ചില പേപ്പറുകൾ ഹാജരാക്കാൻ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നീട്ടിവെക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഈ വിഷയം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യൻ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നൊരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. കാരണം വളരെയധികം മാനസികമായി തകർന്ന അവസ്ഥയിലാണ് തങ്ങളിപ്പോൾ ഉള്ളത്. നേരത്തെ തന്നെ കുറ്റവിമുക്തനാക്കിയതാണ് റഹീമിനെ. മാത്രവുമല്ല പണമടക്കം ഈ കോടതി വഴി തന്നെ കൊടുത്തതുമാണ്. എന്നിട്ടും എന്താണ് ഇങ്ങനെ കേസ് വൈകുന്നത് എന്നതിൽ ആശങ്കയുണ്ട് എന്ന് കുടുംബം പറയുന്നു. ഇതിനായി നിയമസഹായ സമിതി വഴിയായിരിക്കും കുടുംബം സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അഭ്യർത്ഥനകളോ മറ്റോ നൽകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം ഇതിനെ നിരാശാജനകമായി കാണേണ്ടതില്ല എന്നാണ് നിയമസഹായ സമിതിയുടെ ഒരു അഭിപ്രായം. കാരണം ഈ വിധി എന്ന് പറയുന്നത് ഏതായാലും റഹീമിന് അനുകൂലം തന്നെയായിരിക്കും. അതിന് മുന്നോടിയായുള്ള ചില നടപടിക്രമങ്ങൾ മാത്രമായി ഇതിനെ കണ്ടാൽ മതിയെന്നാണ് നിയമസഹായ സമിതിയുടെ വിലയിരുത്തൽ. ഓക്കെ, സാനിയോ മനുമിയാണ് വിശദാംശങ്ങൾ നൽകിയത്.